കഴിഞ്ഞ ദിവസം വാർത്തകളിൽ ഏറെ എല്ലാവരും ഞെട്ടിപ്പിച്ച ഒരു വ്യാജമദ്യ ദുരന്തം അത് തമിഴ്നാട്ടിലെ കള്ളാക്കുറിച്ചിയിലാണ് സംഭവിച്ചത്. കള്ളാക്കുറിച്ചി കരുണാപുരം മേഖലകളിൽ വിഷമദ്യം കഴിച്ച് മരിച്ചവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. കൂടുതൽ ആളുകൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി എത്തുന്ന സാഹചര്യമുണ്ട്. CBCID തമിഴ്നാടിൻ്റെ CBCID ഇതേക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. ഇതിലെ മുഖ്യപ്രതി ചിന്നദുരൈ ഇന്നലെ കടലൂരിൽ നിന്നും പിടിയിലായിട്ടുണ്ട് എന്നതുപോലുള്ള വിവരങ്ങളുണ്ട്. ഏതായാലും മരണനിരക്ക് കൂടുന്ന ഈ സാഹചര്യം, ഇതിൻ്റെ വിശദാംശങ്ങളുമായി അഞ്ജന സുരേഷ് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. അഞ്ജന, ഗുഡ് മോർണിംഗ്. മരണനിരക്ക് കൂടുകയാണോ? അതുപോലെ തന്നെ മുഖ്യപ്രതി ഇന്നലെ പിടിയിലായിട്ടുണ്ട്. ചികിത്സ തേടി കൂടുതൽ ആളുകൾ ആശുപത്രികളിലേക്ക്, ഇതിനടുത്തുള്ള സമീപ പ്രദേശങ്ങളിലെ ആശുപത്രികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണോ? ഗുഡ് മോർണിംഗ് ശരത്. അത്ര ശുഭകരമായൊരു വാർത്തയല്ല. കാരണം കള്ളാക്കുറിച്ചിയിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് മരണസംഖ്യ ഉയരുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ 52 മരണം എന്നാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും 3 പേർ കൂടി മരിച്ചിരിക്കുന്നു. മരണം 55ആയി ഉയർന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നത് 100-ലധികം പേരാണ്. ഇതിൽ 27 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പലരും വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ട്. സ്വാഭാവികമായും വലിയ ആശങ്കയുടെ മണിക്കൂറുകളിൽ കൂടെ തന്നെയാണ് തമിഴ്നാടും കള്ളാക്കുറിച്ചിയും ഒക്കെ കടന്നുപോകുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഇന്നലെ തന്നെ CBCIDയുടെ അന്വേഷണമൊക്കെ പുരോഗമിക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. ഇന്നലെ ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ചിന്നദുരൈയെ കടലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ഒരു പ്രതി അടക്കം 4 പേരാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. മെഥനോളിന്റെ അംശം ഈ ഒരു മദ്യത്തിൽ ഉണ്ടായിരുന്നു എന്ന ലാബ് റിപ്പോർട്ട് അടക്കം പുറത്തു വന്നിരുന്നു. ഈ മെഥനോൾ കടത്തിയ ആളടക്കം മുഖ്യപ്രതി ചിന്നദുരൈ അടക്കം ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും CBCIDയുടെ അന്വേഷണം പുരോഗമിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോര് കൂടി തമിഴ്നാട്ടിൽ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. തമിഴ്നാട്ടിൽ നമുക്കറിയുന്നത് പോലെ തന്നെ നിയമസഭാ സമ്മേളനം നടക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ നിയമസഭാ സമ്മേളനം നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായ രീതിയിൽ വിഷയം സഭയിൽ ഉയർത്തിക്കൊണ്ട് DMKയും അതോടൊപ്പം തന്നെ BJPയും ഒക്കെ വലിയ രീതിയിൽ പ്രതിരോധം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. മുഖ്യമന്ത്രി MK സ്റ്റാലിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു വരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ മദ്രാസ് ഹൈക്കോടതി കേസ് പരിഗണിച്ചിരുന്നു. അപ്പോഴും സർക്കാരിനെതിരെ വലിയ വിമർശനമൊക്കെ ഉയർന്നു വന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും വളരെ ആശങ്കപ്പെടുത്തുന്ന മണിക്കൂറുകൾ തന്നെയാണ് കടന്നു പോകുന്നത്. മരണസംഖ്യ 55ആയി ഉയരുന്നു. 27 പേരുടെ നില ഗുരുതരമായി തുടരുന്ന സാഹചര്യം. വിവിധ ആശുപത്രികളിലായി ആളുകൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയുന്നത് പോലെ തമിഴ് നടൻ വിജയുടെ പിറന്നാൾ ദിവസമാണ്. അദ്ദേഹം ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അതിന് ചിലവഴിക്കുന്ന തുക ഈ ഒരു വിഷമദ്യ ദുരന്തം അനുഭവിക്കുന്ന ആശുപത്രിയിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നടക്കം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും തമിഴ്നാട്ടിൽ വലിയ ആശങ്കയുടെ മണിക്കൂറുകൾ തന്നെയാണ് ശരത് കടന്നു പോകുന്നത്. ശരി, അഞ്ജനയാണ് ഇപ്പോൾ വിശദാംശങ്ങൾ എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് നമ്മളുമായി പങ്കുവച്ചത്.